Welcome to another episode of GFN on the Mic. Greetings to you all in the matchless name of our Lord Jesus Christ. Today, we welcome our pastor Gigi Peter for this podcast about mission challenges. നിങ്ങളേവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം. ഇന്ന് നമ്മളോട് കൂടെ ഇരിക്കുന്നത് സുവിശേഷകനായ പാസ്റ്റർ ജിജി പീറ്റർ ആണ്. താങ്ക് യു പാസ്റ്റർ, വി വെൽക്കം യു. പാസ്റ്ററിൻ്റെ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ കേട്ടിട്ടുണ്ട്. ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷയാണല്ലോ. കർത്താവ് തന്ന ഈ സുവിശേഷ പ്രവർത്തനവും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രതിസന്ധികളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ പാസ്റ്റർ. പാസ്റ്റർക്ക് ഈ ഒരു സുവിശേഷ പ്രവർത്തനത്തിനായിട്ടുള്ള പ്രചോദനം ഉണ്ടായത് എവിടെ നിന്നാണ്? 40 വയസ്സ് വരെയൊക്കെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നതെങ്കിലും കർത്താവിനെ വ്യക്തമായി അറിയാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. 40 വയസ്സിന് ശേഷമാണ് കർത്താവിനെ അറിയേണ്ട തരത്തിൽ ഞാൻ അറിഞ്ഞത്. അതിനുശേഷം പലപ്പോഴും സഭയിൽ എല്ലാം വളരെ ശ്രദ്ധയോടെ പോയിരിക്കുമ്പോൾ പോലും പലപ്പോഴും എന്തോ ഒരു കുറവ് എൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി. പത്രോസിൻ്റെ ലേഖനം പഠിക്കുന്ന സമയത്ത്, വിളിയെപ്പറ്റി പഠിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഭാഗത്തിൽ കാണുന്നു, ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുകയും മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിച്ചുകൊള്ളുകയും. അപ്പോൾ ഒരു വിശുദ്ധ ജീവിതം, എൻ്റെ ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി അറിയാം. അതൊന്നാമത്തെ കാര്യം തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ. എന്നാൽ 2ാമത്തെ അധ്യായത്തിൽ തുടങ്ങുമ്പോൾ അവിടെ കാണുന്നു, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. അവിടെ പറയുന്നൊരു കാര്യം, എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ജാതി ആയിരിക്കുന്നതിന് ഒരിക്കലും എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് എൻ്റെ ബൈബിളിൽ ഈ ഫസ്റ്റ് പീറ്ററിൻ്റെ 1ാമത്തെ അധ്യായം 2ാമത്തെ അധ്യായവും ഇങ്ങനെ 2 പേജുകളിലായിട്ടാണ്. അപ്പോൾ എനിക്കത് ഇങ്ങനെ ഒരു പക്ഷിയുടെ ചിറകുകൾ മാതിരി തോന്നി. അപ്പോൾ അതിൽ ഒരു ചിറക് വിശുദ്ധ ജീവിതമാണെങ്കിൽ ഒരു ചിറക് സുവിശേഷീകരണമാണ്. അപ്പോൾ ഒരു പക്ഷിക്ക് ഒരു ചിറകുകൊണ്ട് പറക്കാൻ സാധ്യമല്ല, ഈ 2 ചിറകും അതിന് ആവശ്യമാണ്. അപ്പോൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ സുവിശേഷീകരണവും കൂടി ചേർന്നെങ്കിലേ ഒരു ക്രിസ്തീയത്തിൽ പൂർണ്ണതയുള്ളത് മനസ്സിലായപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അതിയായ ഒരു വാഞ്ചയുണ്ടായി. അങ്ങനെയാണ് ഒരു സുവിശേഷത്തെ പറ്റി അന്വേഷിക്കാനിടയായത്. അപ്പോൾ അനേക സുവിശേഷകരായ ദൈവദാസന്മാരുടെ ജീവചരിത്രവും അവരെഴുതിയ സുവിശേഷ കഥകളുമെല്ലാം വളരെയധികം വായിച്ച ശേഷം ഇപ്പോൾ ഞാൻ കൂടെ ഞങ്ങളുടെ എല്ലാം ഗുരുവായ സാജു ജോൺ മാത്യു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നിരന്തരം കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഓഫ് സീസൺ ഉണ്ട്. ആ സമയത്ത് ഒറീസയിൽ ഒരു മിഷൻ ഫീൽഡ് സന്ദർശിക്കാൻ ഇടവന്നു. ആ മിഷൻ ഫീൽഡ് സന്ദർശിച്ച് 1 മാസക്കാലം മിഷൻ ഫീൽഡിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ദൈവം ഒരു കാര്യം സംസാരിച്ചു. അത് എന്താണെന്ന് വെച്ചാൽ, എന്നെ അവിടെ കൊണ്ടുപോയ 2 ഇടങ്ങളുണ്ടായിരുന്നു. ഒരു ഇടം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ സുവിശേഷം പറയാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എന്നെ കൊണ്ടുപോയ ആളുമുണ്ട്, കൂടെ ഈ സുവിശേഷം പറയാൻ വന്ന ആളുമുണ്ട്. അപ്പോൾ ഈ കൂടെ വന്ന ആൾക്ക് മിണ്ടാനും പറയാനും പറ്റില്ല, അയാൾ സംസാരിക്കില്ല, അയാൾക്ക് കേൾക്കാനും പറ്റില്ല. ഇദ്ദേഹം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഒരു ഗ്രാമത്തിൽ കുറച്ച് അങ്ങനെയുള്ള ആളുകളുണ്ട്, ഡഫ് ആൻഡ് ഡംബ്. ഈ ഡഫ് ആൻഡ് ഡംബായ ആളുകളുടെ ഇടയ്ക്ക് അവർ ഇങ്ങനെ ആംഗ്യഭാഷയിൽ സുവിശേഷം പറയുകയാണ്. അപ്പോൾ അത് ഞാൻ കണ്ടു. അതിനുശേഷം പിന്നെ ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത്, ഒരു കടൽ തീരത്ത് സുവിശേഷം പറയാൻ പോയി. വളരെ ദൂരെ ഒരു കടൽ തീരത്താണ് പോകുന്നത്. അപ്പോൾ കടൽ തീരത്തിൻ്റെ പ്രത്യേകത മുഴുവൻ ഈ കാറ്റാടി മരങ്ങളാണ്. അപ്പോൾ വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. സോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞങ്ങളെ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. ഒരു കടൽ തീരത്ത് കുടിൽ കെട്ടി താമസിക്കുന്ന ഒരു ഭവനത്തിൽ സുവിശേഷം പറയാൻ പോകണം. അപ്പോൾ ഈ വഴി തെറ്റാതെ അവിടെ എത്താനും തിരിച്ചു വരാനും ഞങ്ങൾക്കൊരു സഹായം വേണം. അത് വളരെ ദൂരമുണ്ട്, മണലിലൂടെ നടക്കണം. ഈ ദൂരം മുഴുവൻ ഞങ്ങളെ വഴി കാട്ടി അവിടെ എത്തിച്ചത് ഒരു കാലില്ലാത്തൊരു മനുഷ്യനാണ്. ക്രച്ചസിൽ നിന്നുകൊണ്ടാണ് ഒരു കാലില്ലാത്തൊരു മനുഷ്യനെ അവിടെ എത്തിച്ചത്. അതിനുശേഷം അവിടെ ചെന്നു, ഞങ്ങൾ സുവിശേഷം പറഞ്ഞു, തിരിച്ചു പോന്നു. ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് കർത്താവിനോട് സംസാരിച്ചു. കർത്താവ് ചോദിച്ചു, നിനക്ക് സംസാരിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, ഉവ്വ. നിനക്ക് കേൾക്കാൻ കഴിയുമോ? ഉവ്വ. നിനക്ക് 2 കാലുണ്ടോ? ഉവ്വ. എന്നിട്ട് എനിക്കെന്താണ് പ്രയോജനം? അത് എന്നെ സ്പർശിച്ചു. ഞാൻ തിരിച്ചു വന്ന് അന്ന് തന്നെ
ദൈവവേലയിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ എനിക്കതിനുള്ള വഴികളെല്ലാം തുറന്നു. ഞാൻ ഒറീസയിലേക്ക് ഒരു മിഷനറിയായിട്ട് അപ്പോൾ തന്നെ ഒട്ടും താമസിയാതെ തന്നെ ആ തീരുമാനമെടുത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ എടുത്ത ഏറ്റവും നല്ല തീരുമാനം അതാണ്. അല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മറ്റൊരു തീരുമാനവും എൻ്റെ തീരുമാനങ്ങളും നല്ലതായിരുന്നില്ല. ആ ഒരു തീരുമാനമായിരുന്നു ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം. ആ വിളിയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അടുത്ത ചോദ്യം അതിലേക്ക് തന്നെയാണ് വരുന്നത്. പാസ്റ്റർ പറഞ്ഞ ആ വിളി ഇപ്പം വ്യക്തമായിട്ട് ഇത് ശരിക്കും വളരെ ഇൻസ്പിറേഷനിലാണ്. പാസ്റ്റർ പറഞ്ഞ നമുക്ക് കൈയും കാലും എല്ലാം കർത്താവ് തന്നപ്പോൾ കർത്താവ് നമുക്കായിട്ട് തന്ന ആ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് എന്ത് വലിയൊരു ഉത്തരവാദിത്തമാണ് അല്ലേ. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞ ആ വിളി, ആ ദൈവ വിളി പ്രത്യേകിച്ചും പറഞ്ഞു ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞു. അത് നമ്മൾ എങ്ങനെയാണ് പാസ്റ്റർ തിരിച്ചറിയുന്നത്? അതായത് തിമോത്തിയോസിനെ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം പറയുന്ന ഒരു കാര്യമാണ്, അത് നിമിത്തം ഞാനിതെല്ലാം സഹിക്കുന്നു. അത് ഏത് നിമിത്തമാണെന്ന് പറയുമ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഭാഗം ഇതാണ്: അവൻ എന്നെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ കർത്താവ് രക്ഷിക്കുക മാത്രമല്ല, ഒരാളെ രക്ഷിച്ചു കഴിഞ്ഞാൽ കർത്താവ് തൻ്റെ ഹോളി കോളിംഗ് വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വിളിക്കെല്ലാം വ്യത്യാസമുണ്ട്. കാരണം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. നമ്മളെല്ലാം അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നമ്മുടെ തലമുറയിൽ നമ്മുടെ സമയത്ത് ചെയ്തു തീർക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എല്ലാവർക്കും വിളിക്കപ്പെട്ട എല്ലാവർക്കും അവരുടേതായ അവർക്ക് അസൈൻ ചെയ്ത അവർക്ക് ചെയ്തു തീർക്കേണ്ടതായ ഒരു വേലയുണ്ട്. അത് പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കും. ആ പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കുന്നത് തിരിച്ചറിയാനായിട്ട് കർത്താവ് തന്നെ അനേക മുഖാന്തരങ്ങൾ ഒരുക്കും. നമുക്കതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരും. നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ നമ്മളെ അങ്ങോട്ട് അയക്കും. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ അയക്കും. നമ്മൾ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ്, നമ്മളെ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും തിരുവള്ളമുണ്ടായിട്ട് ദൈവമല്ലോ. അപ്പോൾ ആ ഇച്ഛയും പ്രവൃത്തിയെല്ലാം കർത്താവ് കൺട്രോൾ ചെയ്യും. നമുക്കൊരു പീസ് ഓഫ് മൈൻഡ്. അത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഭയങ്കരമായ കുറവ് ഫീൽ ചെയ്യും. അത് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ പീസ് ഓഫ് മൈൻഡ് വരും. പല സമയത്തും തൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ സംസാരിക്കും. കർത്താവിൻ്റെ വിളി നമ്മളെ കർത്താവ് അറിയിച്ചിരിക്കും എന്ന് മാത്രമല്ല, അത് റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധ്യവുമല്ല. കാരണം ആരാണ് വിളിക്കുന്നത്? ഈ ലോകം മുഴുവൻ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച കർത്താവ് ഫോളോ മീ എന്ന് വിളിച്ചാൽ ഏത് ചുങ്കസ്ഥലത്തിരിക്കുന്നവനും എഴുന്നേറ്റ് പോകും. കാരണം ആ വിളിക്ക് ആ പവറുണ്ട്. നമ്മളത് എന്താണെങ്കിലും ഇട്ടിട്ട് വള്ളവും വലയും ഇട്ടിട്ട് പോകാൻ, ചുങ്കസ്ഥലത്തുനിന്ന് ആ ജോലി ഇട്ടിട്ട് പോകാനുള്ള പവറുണ്ട് ആ വിളിക്ക്, ആ എഫക്റ്റീവ് കോളിങ്ങിന്. അത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒരു വിളിയാണെന്ന് കരുതരുത്. മോസ്റ്റ് കോമൺ അവർക്കും അവരായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം അവരവർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് ദൈവം ഏൽപ്പിക്കുന്ന വർക്കുണ്ട്. എന്നാൽ അല്പം കൂടെ കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഫുൾ ടൈം മിനിസ്ട്രി എന്ന് പറയുന്ന ആ മിനിസ്ട്രിയിലേക്ക് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ആ 5 ഫോൾഡ് മിനിസ്ട്രിയുടെ ആ മിനിസ്ട്രിയിലേക്ക് ചിലരെ പ്രത്യേകമായി വിളിക്കുന്നുമുണ്ട്. അവരത് തിരിച്ചറിഞ്ഞിരിക്കും. അവർക്കത് അറിയുവാനുള്ള മാർഗങ്ങളെല്ലാം വചനത്തിലൂടെയും മറ്റ് ദേവദാസന്മാരുടെയും സാഹചര്യങ്ങളിലൂടെയും ദൈവം വഴികൾ ഒരുക്കും. അതുകൊണ്ട് അത് നമുക്ക് നിരസിക്കാൻ സാധ്യമല്ല. നമ്മളോട് ചെന്നിരിക്കും. സ്തോത്രം. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എങ്കിലും എനിക്കതൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാണ്. 5 ഫോൾഡ് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയിട്ട് സഭയെ ആക്കി വെക്കുമ്പോൾ അസെൻഷൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഉയരത്തിലേക്ക് പോകുമ്പോൾ ചില ദാനങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ഭൂമിയിൽ വിട്ടു പോന്ന സഭയെ കർത്താവെന്ന തലയോളം വളർത്തുവാൻ വേണ്ടിയിട്ട് കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന, നമുക്ക് പറഞ്ഞ ചില ഓഫീസുകളെന്ന് പറയാമത്. അതായത് സഭയിലുള്ളവരിൽ നിന്ന് തന്നെ ചില മൂപ്പന്മാരെ ചില പ്രത്യേക കഴിവുകൾ കൊടുത്ത് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകരായും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായിട്ട് ഈ സഭയെ കെട്ടുപണിത് സഭയിലെ ഓരോ മക്കൾക്കും എക്യുപ്പിംഗ് ദ സെയിൻസ് എന്നാണ് പറയുന്നത്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം, ആക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക മിനിസ്ട്രിയാണ്. അത് കർത്താവ് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ചിലർക്ക് പ്രത്യേക വരങ്ങൾ കൊടുത്ത് ഈ സഭയെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവ് ആക്കുന്ന മിനിസ്ട്രീസാണ്. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സഭ മുന്നോട്ട് ഇപ്പോഴും വളർന്നു പോരുന്നത്. താങ്ക് യു പാസ്റ്റർ. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു, നമ്മൾ ഇന്ന സ്ഥലത്തേക്കൊക്കെ പോകുവാൻ കർത്താവ് പറയുന്നു. അത് ആ ഒരു ദൈവഹിതം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
പല തരത്തിൽ ഞാൻ ഇപ്പോൾ ഈ വർഷങ്ങളൊക്കെ സുവിശേഷനായിരിക്കും മിക്കവാറും എല്ലാ സുവിശേഷക്കാരും നമ്മളായിട്ട് പരിചയമുള്ള അവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് ആ കോളിംഗ് എന്ന് സംസാരിച്ചിട്ടുണ്ട്. പല ആളുകളും ഒരു സുവിശേഷ വേലയ്ക്കായിട്ട് തീരുമാനിക്കുമ്പോൾ അവർക്ക് പരിചയമുള്ള ഒരു മെൻറ്റർ എവിടെയെങ്കിലും, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ രാജസ്ഥാനിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പരിചയമുള്ള ഒരു സുവിശേഷകൻ്റെ അടുക്കൽ ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് അവിടെ അടുക്കൽ ചെന്ന് അവരോടുകൂടി പാർക്കും കുറച്ച് നാൾ. അവിടെ ഇരുന്ന് സുവിശേഷ വേലയുടെ ബാലപാഠങ്ങൾ അവർ പഠിച്ച്, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ക്രോസ് കൾച്ചർ മിനിസ്റ്റേഴ്സിൻ്റെ കാര്യം, അതായത് നമ്മുടെ സംസ്കാരം വിട്ട് നമ്മുടെ ഭാഷ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു സുവിശേഷ വേലയ്ക്കുമ്പോൾ ആരുടെയെങ്കിലും കൂടെ പാർത്ത് അവിടെ താമസിക്കും. അവിടെ നിന്ന് താമസിക്കുമ്പോൾ നമ്മൾ അനേക വയൽ പ്രദേശങ്ങൾ നമ്മൾ കാണും. കർത്താവ് അതാ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ തല ഉയർത്തി നോക്കണം. തല ഉയർത്തി നോക്കി നമ്മളവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് അറിയാം അടുത്ത പ്രദേശങ്ങളെ പറ്റിയും നമ്മൾ കേൾക്കും. ചില ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ചെല്ലും. പലപ്പോഴും ചില കോണ്ടാക്റ്റുകൾ അവിടെ കിട്ടും. ചില പ്രദേശങ്ങളെ പറ്റി നമുക്കൊരു ഭാരം വരും കൂടുതലായിട്ട്. അങ്ങനെ നമുക്ക് നമ്മുടേതായ സ്ഥലത്തേക്ക് ഒരു എങ്ങനെ എലിയുടെ കൂടെ ശാമുവേൽ ബാലൻ നിന്ന് വളർന്നോ അതുപോലെ ഒരു മെൻറ്ററുടെ കീഴിൽ നിന്ന് അല്ലെങ്കിൽ ആരുടെയും കീഴിൽ നിന്ന് ആളുകളോട് പ്രാർത്ഥിച്ച് നമുക്ക് ഭാരമുള്ള ഒരു സ്ഥലത്തെപ്പറ്റി നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം ഒരു ബോധ്യം തരും. അവിടുത്തെ ആവശ്യങ്ങളെ പറ്റി ഒരു ബോധ്യം തരും. അങ്ങനെ നമുക്ക് ഒരു കാലത്തിന് ശേഷം അപ്പോഴേക്കും ഭാഷ നമ്മൾ വളരെ അത്യാവശ്യമുള്ള കാര്യം ഭാഷ പഠിക്കാന്നുള്ളത്. അപ്പോഴത്തേക്കും ഭാഷ ഒന്ന് അടിസ്ഥാനപരമായിട്ട് ഭാഷ പഠിക്കും. അങ്ങനെ ഒരു സ്ഥലത്തേക്കില്ല. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് കർത്താവ് സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ വ്യക്തമായിട്ട് സ്ഥലം പറഞ്ഞ് ഇന്ന സ്ഥലമെന്ന് കാണിച്ചു കൊടുത്ത് സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്നതുമുണ്ട്. അത് കർത്താവിന് ചില സ്ഥലത്ത് അങ്ങനെ ഒരാൾ വ്യക്തികളുടെ നീടുണ്ടെങ്കിൽ കർത്താവ് സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പർട്ടിക്കുലറായിട്ട് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു, നമ്മളൊരു മെൻറ്ററെ കണ്ടെത്തി അവരുടെ കൂടെ പാർത്ത് ഭാഷ പഠിച്ച് സുവിശേഷീകരണത്തിൻ്റെ പാഠങ്ങളെല്ലാം പഠിച്ച് ഒരു സ്ഥലത്തേക്ക് നമ്മൾ മൂവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കറക്റ്റ് സ്ഥലം തന്നെയായിരിക്കും ആ ചെല്ലുന്ന ഇടം. അത് അവിടെ നമുക്കൊരു വേലയും നിശ്ചയമായും കർത്താവ് കാത്തു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ പാസ്റ്ററിന് ഒത്തിരി ഭാഷകൾ അറിയാമായിരിക്കുമല്ലോ. അതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് എത്ര ഭാഷ പഠിക്കാൻ പറ്റും? അപ്പോൾ ഒത്തിരി ഭാഷ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യന് ഭാഷ പഠിക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. മാത്രമല്ല വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇത് ബിബ്ലിക്കൽ ടേംസിൽ ഈ ഭാഷ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൃപ ലഭിച്ച അനേകരുണ്ട് അനേക ഭാഷകളിൽ. അപ്പോൾ ദൈവം നമുക്കായിട്ട് ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഒരു ആളെ, ആ ഭാഷയും നമ്മുടെ ഭാഷയും അറിയാവുന്ന, പക്ഷേ ഇംഗ്ലീഷിൽ നിന്നാണെങ്കിൽ മറ്റൊരു ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് തുടങ്ങിയിടാനുള്ള ഒരു ആളെ ദൈവം അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ടാകും. വളരെ അത്ഭുതകരമായ രീതിയിൽ അത് നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത ഗ്രാമപ്രദേശങ്ങളിൽ മൂലം പോലും ആളുകളെ ദൈവം ഒരുക്കി. പലപ്പോഴും അവിശ്വാസികളെ പോലും, വിശ്വാസികളല്ലാത്ത അന്യജാതിക്കാർ പലരും വന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ദൈവം അവിടെ ഒരാളെ ഒരുക്കിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ ഈ സുവിശേഷ പ്രചരണത്തിൽ ഇപ്പം പാസ്റ്റർ പറഞ്ഞതുപോലെ അറിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരുമല്ലോ. അവിടെ ഡയറക്റ്റായിട്ട് മാനുഷികമായിട്ടുള്ള പീഡനങ്ങൾ, മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, കളിയാക്കലുകൾ, അങ്ങനെ വളരെ വിധത്തിലുള്ള ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ആ മിഷണറിയും ഒരു കുഞ്ഞുങ്ങളെയൊക്കെ കൊന്ന ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ പാസ്റ്ററിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നിശ്ചയമായിട്ടും ശാരീരികമായ തരത്തിലുള്ള പീഡകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ ഒരു ഓപ്പോസിഷൻ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ വളരെ ശക്തമായ ഈ ജാതി വ്യവസ്ഥ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ അവരുടെ ജാതിയിൽ നിന്ന് ഒരു ഫാമിലിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ ഒരു കൾച്ചറൽ ഷോക്കാണ് അവരുടെ ഫാമിലിയിൽ അവർ താമസിക്കുന്ന ആ ചുറ്റുപാടിൽ അവർക്കുണ്ടാകുന്നത്. അപ്പോൾ നിശ്ചയമായി അവർ പ്രതികരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അത് എപ്പോഴുമില്ല. അതിൻ്റെ അളവ് കുറവാണ്. അത് നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ചെല്ലുമ്പോൾ തന്നെയോ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെയൊന്നും വളരെ പെട്ടെന്നില്ല. വളരെ കാലത്തിന് ശേഷം ഒരു കാര്യങ്ങളൊക്കെ ആയി തുടങ്ങുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുവരെ വളരെ ശ്രദ്ധാപൂർവം നമുക്ക് സുവിശേഷം പറഞ്ഞു തന്നെ നീങ്ങാൻ പറ്റും. പിന്നെ നമ്മുടെ ഫെമിലിയാരിറ്റി വലിയൊരു കാര്യമാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇറങ്ങിയ സുവിശേഷകളെ ചെയ്യില്ല. നമ്മളൊരു ഗ്രാമത്തിൽ ഒരു പട്ടണത്തിലായി കഴിഞ്ഞാൽ നമ്മൾ അതിലെ പല സ്ഥലത്തോടെ നടന്ന് നമ്മുടെ ഫേസ് അവിടെയുള്ള ആളുകൾക്ക് ഫെമിലിയർ ആവും. അങ്ങനെ ഫെമിലിയറായ ആൾക്കാരെയൊന്നും അത്ര പെട്ടെന്ന് സാധാരണക്കാർ വന്ന് ഉപദ്രവിക്കുകയൊന്നുമില്ല. പിന്നെ പലപ്പോഴും ചില സ്ഥലങ്ങളിൽ വാണിങ്ങുകൾ തരും. നിങ്ങളിവിടെ നിൽക്കാൻ പറ്റില്ല, പോകും. അത് ശക്തമാണെങ്കിൽ നമുക്ക് പിന്നെ നിൽക്കാൻ സാധിക്കില്ല. നമ്മളവിടെ നിന്ന് മാറിയേ പറ്റും. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഈ
പീഡകൾ വരിക എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലൊന്നുമല്ല. എപ്പോഴെങ്കിലും അതൊരു ചെറിയ കൂട്ടം ആയിട്ട് വന്ന് ഒരു ആക്രമം ഒക്കെ വന്നു കഴിഞ്ഞാൽ പോലും പലപ്പോഴും നമുക്ക് പിന്നെയും അവിടെ നിൽക്കാൻ സാധിക്കാറുണ്ട്. അതായത് നമ്മളെ ഒരു ഓടിച്ചു കളയുന്ന രീതിയിലുള്ളൊരു പീഡനം ഈ കാലം അത്രയും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇപ്പോൾ പല സ്റ്റേറ്റുകളും ആൻറ്റി കൺവേർഷൻ ലോ പാസ്സാക്കി. അപ്പം ഇതുവരെ കുറച്ച് സ്റ്റേറ്റുകളിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഓൾമോസ്റ്റ് 11 സ്റ്റേറ്റുകൾ ആൻറ്റി കൺവേർഷൻ ലോ ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ നമുക്ക് നിയമവും ജനങ്ങളും ഒരുമിച്ച് എതിരാവുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയൊരു അല്പം ഒന്ന് പതുങ്ങി നിൽക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ ജയിൽവാസം ഉണ്ടായാലും പീഡകളുണ്ടായാലും ഞങ്ങളുടെ കൂടെയുള്ള 10 പേരെ ജയിലിലിട്ടു, ഒരാൾ പോലും തിരിച്ചു പോയിട്ടില്ല. എല്ലാവരും അവിടെ ഉണ്ട്. ചിലപ്പോൾ വർക്ക് ഒന്ന് സ്ലോ ആക്കും, പേസ് ആക്കും, വാട്ട് ടു നെക്സ്റ്റ് എന്ന് ഒന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുക, അല്ലാതെ ഒരാൾ പോലും അത് കണ്ട് പേടിച്ച് അവിടെ നിന്ന് പോയിട്ടില്ല. പിന്നെ കർത്താവിൻ്റെ ശക്തമായ ഒരു പിൻബലം നമുക്കുള്ളത് കൊണ്ട് ആ ധൈര്യവും നമുക്കുണ്ട്. അതുകൊണ്ട് അത് എന്നും സുവിശേഷീകരണത്തിന് എന്നും ഈ പ്രശ്നങ്ങളുണ്ട്, അതുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയപ്പാട് ഉണ്ടാകാറില്ല സാധാരണ. അതുപോലായിരുന്നല്ലോ അല്ലേ പത്രോസും യോഹന്നാനും ഒക്കെ എത്രമാത്രം ഭയപ്പെട്ടിരുന്നവരാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അവരെത്ര ബലത്തോടെയും ധൈര്യത്തോടെയുമാണ് സുവിശേഷം പ്രസംഗിച്ചത്. ഇതിൽ പ്രശ്നം അവിടെയല്ല നമുക്ക് സംഭവിക്കുന്നത്. ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഫാമിലി, നമ്മുടെ വൈഫ്, കുട്ടികൾ, ഇവരാരും പേടിക്കില്ല. കാരണം അവർക്കൊക്കെ അറിയാം ഇത് പാക്കേജിൻ്റെ പാർട്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കൾ, സഭ. അവർ ഈ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും, നിൽക്കരുത്, പോരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെ അതിജീവിക്കാനാണ് സാധാരണ നമുക്ക് കൂടുതൽ പ്രയാസമായിട്ട് വരാറുള്ളത്. നാട്ടിലുള്ള മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കൾ അവരെല്ലാവരും ഇത് കേൾക്കുമ്പോൾ അവർ ഭയന്നു പോകും. പക്ഷെ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അവർക്കറിയാം 2 തല്ല് കൊണ്ടായാലും അത് കർത്താവിന് വേണ്ടി കൊള്ളുമ്പോൾ ഒരു സന്തോഷമാണ് അത് നിൽക്കുമ്പോൾ. ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞാൽ, ഒരു കൂട്ടം ഞങ്ങൾ 3 പേരെ അടിച്ചു കഴിഞ്ഞിട്ടൊരു സഹോദരൻ്റെ ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വീർത്തു വന്നു. അപ്പോൾ വീർത്തു വന്നപ്പോൾ വീട്ടിലേക്ക് വരിക. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ആ സഹോദരൻ്റെ വൈഫ് സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചതാണ്. ആ സ്കൂട്ടിയിൽ നിന്ന് വീണ് ഈ കയ്യും ഇവിടെയൊക്കെ വീർത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത്രേ ഉള്ളൂ. അതായത് 2 തല്ല് കൊണ്ടാലും സ്കൂട്ടിയിൽ നിന്ന് വീണാലും ഒക്കെ ശരീരത്തിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ധൈര്യം നമുക്ക് കർത്താവ് നമുക്ക് നൽകുന്നുണ്ട് അത് നിൽക്കാനായിട്ട്. അതുകൊണ്ട് പീഡയോ ജയിലോ കൊണ്ടൊന്നും ആരും ഈ സുവിശേഷ വേലയിൽ നിന്ന് പിന്മാറില്ല. ബട്ട് വെനവർ ഒരു അയൺ കർട്ടൻ നിയമം മൂലം വന്ന് വീണ പിന്നെ അത് ഈസിയല്ല, പിന്നെ അത് ബുദ്ധിമുട്ടാവും മുന്നോട്ട് പോകാനായിട്ട്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. നിയമം മൂലം നിരോധിക്കപ്പെടരുത് ഇത്. അതാണ് നമ്മുടെ പ്രാർത്ഥന. ആളുകൾ എന്തെങ്കിലും ചെയ്യട്ടെ, അത് കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഈ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മനുഷ്യരുടെ ഡയറക്റ്റായിട്ടുള്ള ആക്രമണത്തെക്കാൾ ഞാൻ കേട്ടിട്ടുണ്ട് ആത്മീയ പോരാട്ടം, സുവിശേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരാത്മീക പോരാട്ടം നമുക്കുണ്ടെന്ന് പറയും. അത് എങ്ങനെയാണ്, അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? അതിനെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കുള്ള ആത്മീയമായ പോരാട്ടത്തെ പറ്റി. അതായത് നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. ഓരോ സ്ഥലത്തും ഏത് ഒരു ഏരിയയിൽ ചെന്നാലും ആ ഏരിയയെ ഭരിക്കുന്ന അവിടെ ഉള്ള ഒരു ദുഷ്ടശക്തി, ഒരു ഇരുട്ടിൻ്റെ ശക്തി അവിടെയുണ്ട്. അത് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമാണത്. ഗ്രാമപ്രദേശങ്ങളിൽ, പർവ്വത പ്രദേശങ്ങളിൽ, പഹാഡ്സ്, പർവ്വത പ്രദേശങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ ശക്തമാണ്. അവിടെ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഡിഫൈൽഡ് ആവാതെ അതിനെ വളരെ ശ്രദ്ധാപൂർവം പൂജിച്ച് അവർ കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ അതിന് ഒരു ഭയങ്കര പവറുണ്ട്. ഒരു പട്ടണത്തിൽ അത്രയില്ല. പട്ടണത്തിൽ പല ആളുകൾ വന്ന്, പല സംസ്കാരം വന്ന്, പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ വന്ന് അവിടെ അങ്ങനെ ആ തരം ദൈവങ്ങൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ ശക്തികൾക്ക്, ദൈവങ്ങൾ എന്ന് പറയാനുള്ള ശക്തികൾക്ക്. അപ്പോൾ അതിനത്രയും പവർ ഉണ്ടാവില്ല. പക്ഷേ ഗ്രാമങ്ങളിലൊക്കെ അതിശക്തമായ പവറുണ്ട് അതിന്. അത് നമ്മൾ ശക്തമായിട്ട് നമുക്ക് ഉപദ്രവങ്ങളേക്കും അതിൻ്റെ ഭാഗത്ത്. നമ്മളെ ശാരീരികമായിട്ട് പ്രശ്നം, രോഗാവസ്ഥകൾ വരും, മാനസികമായിട്ട് തകർക്കപ്പെടും, ഭയത്തിൻ്റെ ആത്മാവ് വരും. അതിന് അതിശക്തമായ എതിർപ്പുകൾ ഈ ഭയങ്ങളിൽ ആത്മീകമായിട്ട് വരും. ഒന്നാമത് നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം, നമ്മൾ റീഡ് ചെയ്യാൻ പഠിക്കണം.
ഒരു പോരാട്ടം നമുക്ക് വരുമ്പോൾ അത് സ്പിരിച്വലാണോ അതോ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിക്ക് വരുന്നതാണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. അതിനുശേഷം നമുക്കറിയാമല്ലോ നമ്മുടെ ഉള്ളിലുള്ളവൻ അവരെക്കാൾ ശക്തനാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന അതോറിറ്റി, നമുക്ക് കർത്താവ് നമ്മളെ വിടുമ്പോൾ പറയുന്ന സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം ആകയാൽ. അപ്പോൾ ഡുനാമൈസ് ആൻഡ് എക്സോർഷ്യ എന്ന് പറഞ്ഞ വാക്കുണ്ട്. അത് ശക്തിയും അധികാരവും. ആ അധികാരവും ശക്തിയും നമ്മൾ എടുത്ത് പ്രയോഗിച്ചിട്ടാണ് ഈ പ്രദേശങ്ങളിലെല്ലാം പ്രാർത്ഥിച്ച് ആ ശക്തികളെയെല്ലാം നിർവീര്യമാക്കിയിട്ടാണ് നമ്മൾ ഈ സുവിശേഷ വേലയ്ക്കായിട്ട് അവിടെ ഇറങ്ങുന്നത്. അതങ്ങനെയല്ലാതെ ശ്രദ്ധയില്ലാതെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ തിരിച്ചടികൾ ഉണ്ടായിട്ടുമുണ്ട്. അങ്ങനെ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ആയിരിക്കണം ഓരോ സ്ഥലത്തും സുവിശേഷത്തിന് പോകേണ്ടത്. അപ്പോൾ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ പോകുമ്പോൾ നമ്മൾക്കത് സെൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതെങ്ങനെയാണ്? അന്ധകാരം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ശരിക്കും ഇരുട്ട് തന്നെയാണ്. അതായത് നമ്മളൊരു ദേശത്തേക്ക് ഒരു കാല് കുത്തി കഴിയുമ്പോൾ തന്നെ ആ ദേശത്തിൻ്റെ ബ്ലൈൻഡ്നെസ് എത്രമാത്രം അന്ധകാരം അവിടെ ഡാർക്ക്നെസ് അവിടെ വീണിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രാർത്ഥനയിൽ പോകുന്ന ഒരാൾക്ക് പ്രാർത്ഥന കയറാതെ വരുമ്പോൾ തന്നെ, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാതെ വരുമ്പോൾ തന്നെ, തടസ്സങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം സം ഫോഴ്സസ്, ചില ശക്തികൾ നമ്മളെ തടയുന്നതായി കാണാം. അപ്പോൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും തിരിച്ചു വന്ന് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് പിന്നെയും പോകേണ്ട അനേക അവസരങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് വാതിലുകൾ തുറക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അത് ആ പ്രാർത്ഥിച്ച് ആ സ്ഥലം തെളിയിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് വാതിലുകൾ തുറക്കുന്നത് കാണാൻ പറ്റും. ഇത് പലതും ദൈവശബ്ദം ഇത് നമുക്കൊരു എക്സ്പീരിയൻസ്, വളരെ നാളുകൾക്ക് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ശേഷം നമ്മൾ തന്നെ ആർജിച്ചെടുക്കുന്ന ഒരു സെൻസാണത്. അത് ഓരോ സുവിശേഷകർക്കും അതുണ്ട്. അതില്ലാതെ ആർക്കും ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല, ഒരു ദിവസം പോലും നിൽക്കാൻ സാധിക്കില്ല. താങ്ക് യു ലോർഡ്. അപ്പോൾ ഇപ്പം പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സുവിശേഷീകരണത്തിൻ്റെ വിളി കിട്ടി, നമ്മൾ സുവിശേഷീകരണത്തിനായിട്ട് പലയിടങ്ങളിൽ പോകുന്നു. ഇങ്ങനെയുള്ള ആത്മീയ പോരാട്ടത്തിൽ പ്രാർത്ഥനയാലും ഒക്കെ ചെയ്ത് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ കുറേ കൂട്ടം മനുഷ്യരുടെ ഇടയിലോ അതിന് ഫലമൊന്നും കാണാതെ വരുമ്പോൾ അത് നിർവീര്യമായി പോകാറുണ്ടോ? അതോ മനസ്സ് തണുത്തു പോകാറുണ്ടോ, മടുത്തു പോകാറുണ്ടോ? ഫലത്തെ പറ്റിയുള്ള നമ്മുടെ സുവിശേഷത്തിന് ഒരു സുവിശേഷന് രണ്ട് തരത്തിലാണ് അതിന് ജോലിയുള്ളത്. ഒന്ന്, നമ്മൾ പറയുന്ന സുവിശേഷം ഒരാൾക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയാണ്. അത് തന്നെ ചില ആളുകൾക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഇറ്റ്സ് എ ട്രയംപന്റ് പ്രൊസഷനാണ് നമ്മൾ നടത്തുന്നത്. ട്രയംപന്റ് പ്രൊസഷൻ നമ്മൾ സുവിശേഷമായിട്ട് പോകുമ്പോൾ വി ആർ ഡൂയിങ് ഒരു ട്രയംപന്റ്, ജയിച്ച യേശുവിൻ്റെ പ്രൊസഷൻ, യുദ്ധം ജയിച്ചിട്ട് ആ പോകുന്ന ആ ട്രയംപന്റ് പ്രൊസഷനാണ്. അപ്പോൾ ഈ ഡിക്ലറേഷനിൽ ചില ആളുകൾക്കത് സുഗന്ധമായ വാസനയാണെങ്കിൽ ചില ആളുകൾക്കത് മരണത്തിന്. അപ്പോൾ ഒരു സുവിശേഷകൻ്റെ നാവിൽ നിന്ന് തന്നെ രക്ഷാവചനം വരുന്നു, അതേ രക്ഷാവചനം തന്നെ മറ്റുള്ളവർക്ക് ന്യായവിധിയാണ്. അപ്പോൾ 2 പാർട്ടാണ് നമുക്ക്. ഒരു ദേശത്ത് ഇപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, കോരസീനെ ഹാ കഷ്ടം, ബത്സേദെ ഹാ കഷ്ടം, ന്യായവിധി നാളിൽ സോദരും സീറും അവർക്ക് നിങ്ങളെക്കാൾ സഹിക്കാതെ. അപ്പോൾ ഒരു സുവിശേഷകൻ പോകുന്ന പവർ അതാണ്. ഒരു ദേശത്ത് ഇത് അറിയിക്കാൻ കർത്താവ് പറഞ്ഞു, നമ്മൾ ചെന്ന് പറഞ്ഞു, അത് അവർക്ക് സ്വീകരിക്കാം, തള്ളാം. അത് സ്വീകരിച്ചാൽ അവർക്ക് രക്ഷയാണ്, രക്ഷയിൽ നിന്ന് രക്ഷയിലേക്കാണ്, അല്ലെങ്കിൽ അവർക്ക് തള്ളിക്കളഞ്ഞ നാശത്തിലേക്കാണ്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഡ്യൂട്ടി അവർ കേട്ടിട്ടില്ല എന്ന് അവർക്ക് പറയാൻ പറ്റാത്ത ആ ജോലി നമുക്കുണ്ട്. അപ്പോൾ റിസൾട്ടിനെ പറ്റി നമ്മൾ ഭയപ്പെടേണ്ട. രണ്ടാമത് ഒരു വിത്താണ്. പല വിത്തും മുളയ്ക്കുന്നത് ഒരേ രീതിയിലല്ല. അതായത് നെല്ല് മുളയ്ക്കുന്ന ഫാസ്റ്റായിട്ടായിരിക്കില്ല ഇത് മുളയ്ക്കുന്നത്. നമ്മൾ വിത്ത് ഇട്ട് പോന്നു കഴിഞ്ഞാൽ വിത്ത് കിടന്നിട്ട് കാര്യമില്ല, നിലമൊരുക്കപ്പെടണം, വിത്ത് വീഴണം, ഒരു ഫോർമർ റെയിൻ സംഭവിക്കണം, എങ്കിലേ ഈ വിത്ത് അവിടെ അക്സെപ്റ്റബിൾ ആവുകയുള്ളൂ. ഒരു മുൻമഴ പെയ്യണം, ദൈവം ഒരു പിന്മഴ അയക്കണം, അപ്പോഴാണ് ഫലമുണ്ടാകുകയുള്ളൂ. ഇതെല്ലാം നമ്മുടെ സമയത്താണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ഒരിക്കലും നമ്മുടെ സമയത്ത് സംഭവിക്കണമെന്നില്ല. കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിച്ചിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് വിതയ്ക്കുന്നവനൊരുത്തൻ കൊയ്യുന്നവനൊരുത്തൻ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. അപ്പോൾ ഈ റിസൾട്ട് എനിക്ക് തന്നെ കിട്ടണമെന്ന് എനിക്കൊരിക്കലും വാശി പിടിക്കത്തില്ല. ഞാൻ വിതച്ചിട്ട് പോയാൽ ദൈവം ആ മഴ പെയ്യിക്കുമ്പോൾ, ദൈവം പിന്മഴ അയക്കുന്ന സമയത്ത് അത് പൊട്ടും. അപ്പോൾ വേറെ സുവിശേഷനായിരിക്കും അവിടെ ചെല്ലുന്നത്, അവർക്കായിരിക്കും അത് കൊയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട ഒരു കാര്യമേ ഇല്ല. നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് നമ്മൾ ചെയ്യുന്ന. പക്ഷെ പലപ്പോഴും മാനുഷികമായിട്ട് അതിന് ഭയങ്കര സങ്കടം വരാറുണ്ട്. വളരെയധികം ആളുകൾ ഒത്തിരി മുന്നോട്ട് പോയ ശേഷം പലപ്പോഴും ബൈബിളൊക്കെ തിരിച്ച്
നമുക്ക് ബൈബിളൊക്കെ തിരിച്ച് കൊണ്ട് തന്നിട്ട് ഇനി ഞങ്ങൾ പകലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഹൃദയം തകർന്നു പോകാറുണ്ട് സത്യം. എന്നാലും നിരാശപ്പെടാൻ പറ്റില്ല. അടുത്ത ജോലിയിലേക്ക് ഇറങ്ങും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് മാത്രമേ ഇതിനകത്തൊരു മാർഗമുള്ളൂ. ഒരിക്കലും മനസ്സും എടുക്കാതെ മുമ്പോട്ട് പോകാൻ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കും. അതെ. കാരണം കർത്താവിന് മടുത്തു പോയായിരുന്നെങ്കിൽ നമ്മളാരും ഇന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഐ ബിലീവ് 40 വർഷം എൻ്റെ പുറകെ കർത്താവ് നടന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കർത്താവ് മടുത്തായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. സോ നമ്മളും മടുത്തുകൂടാ. നമ്മളും മടുപ്പ് കൂടാതെ തന്നെ ഇതിൽ മുന്നോട്ട് പോകണം. സ്ഥിരതയോടെ ഓടണം. ഈ ഓട്ടത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ഥിരത വേണം. ഈ ഓട്ടം സ്ഥിരതയോടെയുള്ള ഓട്ടമാണ്. ഇത് നമുക്ക് ഇടയ്ക്ക് മാറി നിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അത് എവിടെ ഏൽപ്പിച്ചോ അവിടെ ചെന്നെത്തുന്നവരെ സ്ഥിരതയോടെ ഓടിയേ മതിയാകും. അതിന് ദൈവം നമ്മളെ കരുതും. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് എപ്പോഴും മുമ്പിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ഇത്രയും സമയം വളരെ ടച്ചിങ് ആയിരുന്നു. അനേകം പ്രശ്നങ്ങൾ ഞാനും വിശ്വസിക്കുന്നു. നമ്മളെ തളർത്താൻ നോക്കുന്തോറും പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതൽ ബലപ്പെടുത്തി ഇനിയും പാസ്റ്ററെ കൂടുതൽ അനേക സ്ഥലങ്ങളിൽ സുവിശേഷവുമായിട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങളോട് കൂടെ വന്നതിലും ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. പാസ്റ്ററിനെ ഇനിയും കൂടുതൽ ഉപയോഗിക്കട്ടെ. ഞങ്ങളുടെ കൂടെ ആയിരുന്നതിന് നന്ദി. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു.